വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഇൻ്റർവ്യൂ വഴി നിയമനങ്ങളുള്ള ജോലി ഒഴിവുകളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഡ്രൈവർ കം ക്ലീനർ ഒഴിവുകളുടെ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ് ബസ് ഡ്രൈവർ കം ക്ലീനറുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. 7ാം ക്ലാസ് വിജയവും ബാഡ്ജോട് കൂടി ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ലൈസൻസും 10 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ യോഗ്യതകൾ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം നവംബർ 20 രാവിലെ 10 മണിക്ക് ഓഫീസിൽ ഹാജരാകണമെന്ന് പറഞ്ഞിട്ട് www.cet.ac.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇതിൻ്റെ അപേക്ഷാ ഫോമിൻ്റെ മാതൃക നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഡേറ്റ് മറക്കണ്ട, നവംബർ 20. അടുത്ത സ്റ്റേറ്റ് ലബോറട്ടറിയിൽ കരാർ നിയമനമാണ്. ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഡയറി ലബോറട്ടറിയിൽ കെമിസ്ട്രി, മൈക്രോബയോളജി വിഭാഗങ്ങളിൽ അനലിസ്റ്റുമാരുടെ കരാർ ഒഴിവുകളുണ്ട്. എംടെക് ഡയറി കെമിസ്ട്രി, ബിടെക് ഡയറി ടെക്നോളജി ആണ് പ്രവൃത്തി പരിചയമായിട്ട് ചോദിക്കുന്നത്. കെമിസ്ട്രി അനലിസ്റ്റിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. അടുത്തത് എംടെക് ഡയറി മൈക്രോബയോളജി ഓർ MSc ജനറൽ മൈക്രോബയോളജിയും പ്രവൃത്തി പരിചയവുമാണ് മൈക്രോബയോളജി അനലിസ്റ്റിൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപേക്ഷകൾ നവംബർ 27 വൈകുന്നേരം 5 മണിക്ക് മുൻപ് ജോയിൻറ്റ് ഡയറക്ടർ സ്റ്റേറ്റ് ഡയറി ലബോറട്ടറി ക്ഷീരവികസന വകുപ്പ്, ഡയറക്ടറേറ്റ്, പട്ടം, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് കൊടുക്കുന്നത് www.diarydevelopment.kerala.government എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ഇതിലുള്ള നമ്പർ വഴിയോ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അടുത്ത അടുക്കള സഹായി ഒഴിവാണ്. കേപ്പിൻ്റെ ചീമേനിയിലെ തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ലേഡീസ് ഹോസ്റ്റലിലേക്ക് അടുക്കള സഹായിയുടെ താൽക്കാലിക ഒഴിവുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. പാചകക്കാരിയായിട്ട് ദിവസ വേതനാടിസ്ഥാനത്തിൽ വനിതാ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. പാചകം ചെയ്യാനും എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, വിലാസം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ഒക്കെ ആയിട്ട് നവംബർ 25 രാവിലെ 10:30 ഹാജരാകണം. ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അടുത്തത് OP കൗണ്ടർ സ്റ്റാഫ് അഭിമുഖം 22 തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഒരു OP കൗണ്ടർ സ്റ്റാഫിൻ്റെ താൽക്കാലിക ഒഴിവുണ്ട്. നവംബർ 22 രാവിലെ 10:30 ഇൻ്റർവ്യൂ. ജില്ലാ പഞ്ചായത്തിൽ വെച്ചാണ് അഭിമുഖം. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണെന്ന് ആണ് പറയുന്നത്. അടുത്തത് ജോബ് ഡ്രൈവാണ്. മലപ്പുറം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ജോബ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. നവംബർ 16 നിങ്ങളുടെ യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിൽ കൂടി നവംബർ 16 രാവിലെ 10:30 മലപ്പുറം എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ ഹാജരാക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ അവിടെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ഇതിൻ്റെ വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ താഴെയുണ്ട്. സ്കിൽ സെൻറ്റർ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നത്. സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ 10 വിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളിലേക്ക് അടിസ്ഥാനത്തിൽ സ്കിൽ സെൻറ്റർ കോർഡിനേറ്റർമാരെ നിയമിക്കുന്നുണ്ട്. യോഗ്യത MBA ഓർ MSW, BSc അഗ്രികൾച്ചർ ഓർ BTech ആണ്. പ്രായപരിധി 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. താല്പര്യമുള്ളവർ ജില്ലാ പ്രൊജക്റ്റ് കോർഡിനേറ്ററുടെ കാര്യാലയത്തിൽ നവംബർ 20 രാവിലെ 10:30 നടക്കുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം. ഇതിൻ്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഡേറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും മലയാളത്തിൽ തന്നെ ഇതിൽ വായിച്ച് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വിശദവിവരങ്ങൾ അറിയണമെങ്കിൽ ഇതിന് ഓരോന്നിനടിയിൽ അവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാൻ നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ്.